വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പ്ലെയിൻ ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് അല്ല, നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഡേറ്റ്സ് ഇട്ടിട്ടുള്ള ക്യാരറ്റിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടുന്ന രീതിയിലുള്ളൊരു കേക്കാണ്. ഇതിനായിട്ട് ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റാണ്. അതിൻ്റെ തോല് കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കളറുള്ള ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ നമുക്ക് ഈ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ ആ ഒരു മണമൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ 2 മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് വേറെ വേവിക്കൊന്നും വേണ്ട കേട്ടോ, പച്ചയോടെ തന്നെയാണ് ചേർക്കേണ്ടത്. പിന്നെ 3 വലിയ കോഴിമുട്ട ഇട്ട് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തീരെ കട്ടയൊന്നും ഇല്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വലിപ്പമുള്ള കണ്ണിയിലുള്ള അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പം വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഈ ഒരു പാകത്തിലാണ് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. ഞാൻ വേറെ ഒരു പ്ലേറ്റിലേക്ക് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 250 ml കപ്പാണ് ഞാൻ എടുക്കുന്നത്, 1 കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 2 കപ്പ് മൈദ, അതായത് 250 കപ്പിൽ മൈദ പറഞ്ഞാൽ 125 ഗ്രാമിൻ്റെ അടുത്താണ് ഉണ്ടാവുക. അപ്പോൾ 2 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 250 ഗ്രാം ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ റെസിപ്പിയിൽ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ, ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ നമുക്ക് അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും മൈദയൊക്കെ നല്ല ഈവൺ ആയിട്ട് മിക്സ് ആയി കിട്ടും. കേക്ക് നല്ല ലൈറ്റായിട്ടും ഇരിക്കും. അതിനാണ് നമ്മൾ ഈ അരിപ്പയിലൂടെ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഞാൻ 6 ഇഞ്ച് വായവട്ടമുള്ള ഒരു ബേക്കിംഗ് ടിന്ന് അല്ലെങ്കിൽ ഒരു അലൂമിനിയം ടിന്ന് ഒന്ന് ഓയിൽ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടിഭാഗത്തായിട്ട് ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ടിന്നിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ബട്ടർ പേപ്പർ ഒന്ന് പ്രസ് ചെയ്തിട്ട് കേക്കിൻ്റെ ടിന്ന് ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഓവനിലാണ് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ്ചറിലേക്ക് കുറേശ്ശെയായിട്ട് മൈദൻ്റെ കൂട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. മൊത്തത്തിലിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 3 ബാച്ചൊക്കെ ആയിട്ട് ചേർത്തിട്ട് ഇതുപോലെ മെല്ലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ എടുത്തിട്ടുള്ള ക്യാരറ്റിന് നല്ല കളർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കുന്നില്ല. ഇനി നിങ്ങൾ എടുക്കുന്ന ക്യാരറ്റിന് കളർ ഇല്ലാന്ന് തോന്നുകയാണ്, നിങ്ങൾക്ക് കൂടുതൽ കളർ കേക്കിന് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ഫുഡ് കളർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ സ്പാച്ചുല തന്നെ വേണമെന്നില്ല, ഒരു വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം, സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ ഒരു മിക്സ്ചറിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലും പാല് കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് ഒന്ന് മോയ്സ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. വെറും 2 ടേബിൾ സ്പൂൺ മാത്രം മതി. അപ്പോൾ പാല് കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു തരത്തിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം ഉണ്ടാവേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഒന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഗ്രേറ്ററിൻ്റെ വലിയ കണ്ണിയിലൂടെയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്, തീരെ പൊടിയായിട്ടല്ല വേണ്ടത്. അതുപോലെ തന്നെ ഞാൻ 4 വലിയ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. മെജൂളാണ്. നിങ്ങൾക്ക് ചെറിയ ഡേറ്റ്സാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചധികം എണ്ണ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ വലുതായത് കൊണ്ടാണ് ഞാൻ 4 എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഡേറ്റ്സും പിന്നെ ക്യാരറ്റും രണ്ടും മൈദയിൽ കോട്ട് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇടാനായിട്ട് പോകുന്നത്. മൈദയിൽ കോട്ട് ചെയ്യാതെ കേക്ക് ബാറ്ററിൽ ഇട്ടിട്ട് ഉണ്ടെങ്കിൽ കേക്ക് ബേക്കായി വരുമ്പോഴേക്കും ഇതെല്ലാം അടിയിൽ പോയിട്ട് കിടക്കും, കേക്കിൻ്റെ ഈവൺ ആയിട്ട് സ്പ്രെഡായിട്ട് കിടക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയിൽ ഇതുപോലെ കോട്ട് ചെയ്യുന്നത്. ക്യാരറ്റിൻ്റെയും ഡേറ്റ്സിൻ്റെ ആ ഒരു നനവ് പോകുന്ന രീതിയിൽ ഒന്ന് മൈദയിൽ കോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ചിലർക്ക് ക്യാരറ്റ് പച്ചയ്ക്ക് കടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഷുഗർ സിറപ്പിൽ വേവിച്ചതിന് ശേഷം ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇടാതെ ഇരിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ക്യാരറ്റും ഡേറ്റ്സും കൂടെ ഞാൻ നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ടാപ്പ് ചെയ്യുക. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ 160 ഡിഗ്രി സെൽഷ്യസിൽ എൻ്റെ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 40 to 50 മിനിറ്റ്സ് ആണ് ബേക്കിംഗ് ടൈം. പിന്നെ ക്യാരറ്റ് നമ്മൾ പച്ചയായിട്ട് ഇട്ടതുകൊണ്ട് തന്നെ ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് കേക്കിൻ്റെ മുകൾ ഭാഗം കറുത്ത് പോവാതിരിക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫോയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടുന്നുണ്ട്.
ഒന്നായിട്ട് എയർ ഒന്നും പോകാത്ത രീതിയിൽ ടൈറ്റായിട്ട് മൂടരുത്. ജസ്റ്റ് ഒരു ഫോയിൽ പേപ്പർ മേലെ വെച്ചാൽ മാത്രം മതി. ഇങ്ങനെ ചെയ്താൽ കേക്ക് നല്ല മോയ്സ്റ്റ് ആയിട്ടിരിക്കും, നല്ല ഡാർക്ക് ഒന്നും ആവില്ല. ഇപ്പം ഞാനിതാ 50 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ടുണ്ട്. 160 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. കേക്ക് നന്നായിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യുക. ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടോ കത്തി ഉപയോഗിച്ചിട്ടോ ഇതുപോലെ സൈഡിലൂടെ ഒന്ന് ഓടിച്ചു കൊടുക്കുക. അതിനുശേഷം കേക്ക് ടിന്നിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. നല്ല ഹൈറ്റിൽ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നല്ല ക്യാരറ്റിൻ്റെ ഫ്ലേവറും ഉണ്ട്. ഈ ബട്ടർ പേപ്പർ നമുക്ക് അങ്ങ് എടുത്ത് കളയാം. അപ്പോൾ അതാ ഇതിൻ്റെ ഹൈറ്റൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേക്ക് ഉണ്ടാവുക. നല്ല സോഫ്റ്റും സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്